എല്ലാവർക്കും നമസ്കാരം. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൻ്റെ ഓഡിയോ ടാപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സൈക്കോളജിസ്റ്റ് മിന്നു നർഷ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് ഓരോ വീട്ടിലും ഉള്ള ഒരു വലിയ വിഷയത്തെക്കുറിച്ചാണ്. കുട്ടികളിലെ സ്ക്രീൻ ടൈം. മൊബൈൽ ഫോൺ, ടാബ്, TV, ലാപ്ടോപ്പ് ഇവ ഇല്ലാതെ ഇന്നത്തെ കുട്ടികളുടെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. പല മാതാപിതാക്കളും പറയുന്ന ഒരു ചോദ്യം ഇതാണ്: ഇപ്പോഴത്തെ കാലത്ത് സ്ക്രീൻ ഇല്ലാതെ കുട്ടികളെ വളർത്താൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ സ്ക്രീൻ പൂർണ്ണമായും ഒഴിവാക്കുക ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതേസമയം സ്ക്രീൻ കുട്ടികളുടെ ജീവിതം മുഴുവൻ നിയന്ത്രിക്കട്ടെ എന്നതും ശരിയല്ല. അതിനാൽ ഇന്നത്തെ വിഷയം സ്ക്രീൻ നല്ലതോ മോശമോ എന്നതല്ല, പകരം എത്ര സമയം എങ്ങനെയാണ് സ്ക്രീൻ ഉപയോഗിക്കേണ്ടത് എന്നതാണ്. ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. സ്ക്രീൻ കുട്ടിക്ക് സ്വാഭാവികമായി ആവശ്യമുള്ള ഒന്നല്ല. അത് നമ്മൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഉപകരണമാണ്. അതിനാൽ സ്ക്രീൻ എത്ര ഉപയോഗിക്കണം എന്നതിൻ്റെ ഉത്തരവാദിത്വം കുട്ടിക്കല്ല, മാതാപിതാക്കൾക്കാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ സ്ക്രീൻ ഉപയോഗിക്കുന്നത് ഒരു സഹായിയായി അല്ല, കുട്ടിയെ ശാന്തമാക്കാനുള്ള ഒരു വഴിയായി ആണ്. കുട്ടി കരഞ്ഞാൽ ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തിരക്കിലായാൽ ഫോൺ. ഇതുവഴി സ്ക്രീൻ കുട്ടിയുടെ ദിനചര്യയിൽ സ്ഥിര സാന്നിധ്യമായി മാറുന്നു. ചെറിയ കുട്ടികൾ വളരുന്നത് അവർ കാണുന്ന കാര്യങ്ങളിലൂടെയല്ല, അവർ അനുഭവിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ്. അച്ഛനും അമ്മയും കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്നത്, ചിരി, മുഖഭാവങ്ങൾ, കൂടെ കളിക്കൽ, കഥ പറയൽ ഇതൊക്കെയാണ് കുട്ടിയുടെ മനസ്സിനെയും ചിന്തയെയും വളർത്തുന്നത്. ഇതിൻ്റെ സ്ഥാനത്ത് നീണ്ട സമയം സ്ക്രീൻ വന്നാൽ കുട്ടിക്ക്
രസകരമായ കാഴ്ചകൾ കിട്ടും. പക്ഷേ മനുഷ്യബന്ധങ്ങളുടെ അനുഭവം കുറയും. അതിനാലാണ് സ്ക്രീൻ മാറ്റുമ്പോൾ ചില കുട്ടികൾ കരയുന്നതും ദേഷ്യം പിടിക്കുന്നതും പെട്ടെന്ന് അസഹിഷ്ണുത കാണിക്കുന്നതും. പല മാതാപിതാക്കളും ചോദിക്കും, സ്ക്രീനിൽ കാണിക്കുന്നത് പഠിപ്പിക്കുന്ന വീഡിയോകളല്ലേ? അതെ, പലതും നല്ല ഉള്ളടക്കമാണ്. പക്ഷേ ഒരു സത്യം ഇതാണ്: 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീനിലൂടെ കിട്ടുന്ന പഠനം നേരിട്ട് നമ്മൾ സംസാരിച്ച് പഠിപ്പിക്കുന്നതിനെ ഒരിക്കലും പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കില്ല. സ്ക്രീനിൽ നിറങ്ങളും ശബ്ദങ്ങളും പെട്ടെന്ന് മാറുമ്പോൾ കുട്ടികൾക്ക് അതിലേക്ക് പെട്ടെന്ന് ആകർഷണം തോന്നും. പിന്നെ സ്ക്രീൻ ഇല്ലാത്ത കാര്യങ്ങൾ അവർക്കു ബോറടിക്കുന്നതുപോലെ തോന്നാൻ തുടങ്ങും. അതുകൊണ്ടാണ് സ്ക്രീൻ മാറ്റുമ്പോൾ കുട്ടികൾക്ക് വിഷമം തോന്നുന്നത്. സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളിൽ അമിതമായ സ്ക്രീൻ ഉപയോഗം ഒരിടത്ത് ഇരുന്ന് ശ്രദ്ധിച്ച് ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കും. പുസ്തകം തുറക്കാൻ മടി, പെട്ടെന്ന് ബോറടിക്കൽ, പാഠത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട്, ഇവയെല്ലാം സ്ക്രീൻ അധികമായി ഉപയോഗിക്കുന്ന കുട്ടികളിൽ കാണപ്പെടുന്ന കാര്യങ്ങളാണ്. ഉറക്കവും മറ്റൊരു പ്രധാന വിഷയമാണ്. ഉറങ്ങുന്നതിന് മുമ്പ് സ്ക്രീൻ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഉറങ്ങാൻ വൈകും. രാത്രിയിൽ ഇടയ്ക്ക് ഉണരും. രാവിലെ ക്ഷീണം തോന്നും. കാരണം സ്ക്രീൻ കാണുമ്പോൾ മനസ്സ് ഇപ്പോഴും സജീവമായി തുടരുന്നു. ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടക്കാതെ പോകുന്നു. ഇവയെല്ലാം കേൾക്കുമ്പോൾ പല മാതാപിതാക്കൾക്കും കുറ്റബോധം തോന്നാം. നമ്മൾ തെറ്റായ രീതിയിലാണോ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാം. പക്ഷേ ഓർക്കണം, ഇന്ന് നിങ്ങളൊരാളുടെ മാത്രം പ്രശ്നമല്ല. ഇന്ന് പല വീടുകളിലും നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായി, സ്ക്രീൻ ഒരു അവകാശമല്ല, പരിധിയിലുള്ള ഒരു സൗകര്യമാണെന്ന് കുട്ടിക്ക് വ്യക്തമായി പറഞ്ഞുകൊടുക്കണം. സ്ക്രീൻ സമയം നിശ്ചിതമായിരിക്കണം. ഓരോ ദിവസവും ഓരോ സമയത്തായാൽ കുട്ടികൾക്ക് അത് സ്വീകരിക്കാൻ എളുപ്പമാകും. രണ്ടാമതായി,
കുട്ടി എന്താണ് കാണുന്നത് എന്ന് മാതാപിതാക്കൾക്ക് അറിയണം. ഫോൺ കൊടുത്തിട്ട് മാറി നിൽക്കാതെ ഇടയ്ക്ക് കൂടെ ഇരിക്കുക, സംസാരിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ ചെയ്താൽ സ്ക്രീൻ സമയം ബന്ധം വളർത്തുന്ന സമയമായി മാറും. മൂന്നാമതായി, സ്ക്രീൻ ഇല്ലാത്ത സമയങ്ങൾ കുട്ടിക്ക് രസകരമാക്കണം. കളി, കഥകൾ, സംസാരങ്ങൾ, ചെറിയ വീട്ടുപണികൾ, പങ്കാളിത്തം ഇതൊക്കെ കുട്ടിക്ക് വലിയ അനുഭവങ്ങളാണ്. കുട്ടിക്ക് ചിലപ്പോൾ ബോറടിക്കാൻ അവസരം കൊടുക്കണം. എപ്പോഴും എന്തെങ്കിലും കൊടുത്ത് തിരക്കിലാക്കേണ്ട. ബോറടിക്കുമ്പോഴാണ് കുട്ടികൾ സ്വയം കളിക്കാനും പുതിയ ആശയങ്ങൾ കണ്ടെത്താനും തുടങ്ങുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ മാതാപിതാക്കൾ തന്നെ സ്ക്രീൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ എല്ലായ്പ്പോഴും ഫോണിൽ ആണെങ്കിൽ കുട്ടിയോട് ഫോൺ കുറയ്ക്കൂ എന്ന് പറഞ്ഞാൽ അത് ഫലപ്രദമാവില്ല. അവസാനമായി പറയേണ്ടത് ഇതാണ്: സ്ക്രീൻ ശത്രുവല്ല, പക്ഷേ നിയന്ത്രണം ഇല്ലെങ്കിൽ അത് കുട്ടിയുടെ ബാല്യത്തെ നിശബ്ദമായി മാറ്റി നിർത്തും. സ്നേഹത്തോടെ, വ്യക്തമായ പരിധികളോടെ, ബോധപൂർവമായ ഉപയോഗം ഇതാണ് കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടത്. സ്ക്രീൻ കുട്ടികളെ വളർത്തട്ടെ എന്നല്ല, നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ സ്ക്രീൻ ഒരു സഹായിയായി മാത്രം ഇരിക്കട്ടെ. നന്ദി.